ഹായ് ഗൈസ്, ഹയർ എഡ്യൂക്കേഷൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് സഹൽ. എൻ്റെ പേര് അമൽ. നമ്മളിന്ന് നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് വന്നിട്ടുള്ളത് മൈസൂർ വന്ന് പഠിക്കാൻ പറ്റിയ ബെസ്റ്റ് കോളേജസ്, അതുപോലെ മൈസൂരിനെ പറ്റിയിട്ടുള്ള കുറച്ച് അടിപൊളി വിശേഷങ്ങൾ പങ്കിടാൻ വേണ്ടിയിട്ടാണ് അല്ലേ? തീർച്ചയായിട്ടും. ഓക്കെ, അപ്പം മൈസൂർ ഒരുപാട് വിദ്യാർത്ഥികൾ മെഡിക്കൽ രംഗത്തിലേക്ക് പഠിക്കാൻ വേണ്ടി ആഗ്രഹിച്ച് വരുന്നവരുണ്ട്. അപ്പോൾ അവരുടെ മുമ്പിലേക്ക് ഞാൻ തന്നെ പോയിന്റിലേക്ക് കിടക്കുകയാണ്. അപ്പോൾ അവരുടെ മുമ്പിലേക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റിയിട്ടുള്ള ബെസ്റ്റ് കോളേജസ് ഏതാണ്? ഫസ്റ്റ് നിങ്ങൾക്ക് പറയാൻ പറ്റിയ കോളേജ്, നമ്പർ 1 കോളേജ്? മൈസൂരിനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ നിന്നുമാണ് ഇവിടെ ഒരു 90% സ്റ്റുഡൻസ് വന്ന് പഠിക്കുന്നത്. എസ്പെഷ്യലി നമ്മൾ നോക്കുമ്പോൾ മലബാർ ഏരിയയിലുള്ള, മലബാർ എന്ന് പറയുമ്പോൾ കണ്ണൂർ മുതൽ കാസർഗോഡ് വരൂല, കണ്ണൂർ, അതുപോലെ തന്നെ കണ്ണൂർ ഇരിട്ടി ഭാഗത്തു നിന്ന് മൈസൂർക്ക് എത്താൻ സിമ്പിളാണ്. വയനാട് ഭയങ്കര നിയറസ്റ്റ് ആയിട്ടുള്ള ഒരു പ്ലേസ് ആണ് മൈസൂരിനെ സംബന്ധിച്ചിടത്തോളം. മലപ്പുറം, നിലമ്പൂര്, പിന്നെ പെരിന്തൽമണ്ണ ആ ഭാഗത്തു നിന്ന്, തൃശ്ശൂരിൽ നിന്നും ഏതാനും കുട്ടികളോട് വന്ന് പഠിക്കുന്നുണ്ട്. പിന്നെ കൂടുതൽ കുട്ടികളും നമ്മുടെ മലപ്പുറം, കോഴിക്കോട്, കണ്ണൂര് ഈ ജില്ലകളിൽ നിന്നാണ്. മൈസൂരിനെ പറ്റി സംസാരിക്കുമ്പോൾ ഇതുപോലത്തെ കോഴ്സുകൾ പഠിക്കാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് കോളേജ് എന്ന് പറയുന്നത് NIRF റാങ്കിങ്ങും അതുപോലെ തന്നെ ഇമ്പാക്ട് റാങ്കിങ്, അതായത് ഇന്ന് നിലവിലുള്ള റാങ്കിങ്ങും കാര്യങ്ങളൊക്കെ നോക്കുന്ന സമയത്ത് നാക്കിൻ്റെ ഒക്കെ A++ ഗ്രേഡ് കിട്ടിയിട്ടുള്ള മൈസൂരിലുള്ള ഒരു യൂണിവേഴ്സിറ്റി കോളേജാണ്. അതാണ് JSS യൂണിവേഴ്സിറ്റി. JSS എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം, ഇതൊരു ഡീംഡ് യൂണിവേഴ്സിറ്റിയാണ്. ഇപ്പോൾ കേരളമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് കേരളത്തിൽ ഇതുപോലെ ഒരു ഡീംഡ് യൂണിവേഴ്സിറ്റി ഉണ്ട്. അതാണ് കൊച്ചിയിലുള്ള അമൃത യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ അതുപോലെ തന്നെ മൈസൂർ വരുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ് JSS യൂണിവേഴ്സിറ്റി. ഇന്ത്യയിൽ നോക്കുമ്പോൾ അതിന്റെ NIRF റാങ്കിങ് യൂണിവേഴ്സിറ്റി ലെവലിൽ 24th ആണെന്ന് തോന്നുന്നു കഴിഞ്ഞ വർഷത്തെ. ഇപ്പോൾ മെഡിക്കൽ കോളേജ് നോക്കുകയാണെങ്കിൽ 38 ആണ് തോന്നുന്നു. ഡെന്റൽ കോളേജ് ആണെങ്കിൽ തന്നെ ആദ്യ 10 വരുന്നുണ്ട്. ഫാർമസി കോളേജ് ആണെങ്കിൽ തന്നെ 6ാമത്തെ സ്ഥാനത്താണ് NIRF ഓൾ ഇന്ത്യ ലെവലിൽ വരുന്നത്. അപ്പോൾ JSSൽ ഒരുപാട് വെറൈറ്റി പ്രോഗ്രാമുകൾ ഉണ്ട്. നിങ്ങൾക്ക് അറിയുന്ന പോലെ തന്നെ മൈസൂർ 2 ക്യാമ്പസ് ആണ് മെയിൻലി മെഡിക്കൽ രംഗത്തുള്ളത്. മെഡിക്കൽ കോളേജും ഡെന്റൽ കോളേജും അലൈഡ് ഹെൽത്ത് സയൻസ്, ലൈഫ് സയൻസ് പ്രോഗ്രാമുകളൊക്കെ JSS പ്രൊവൈഡ് ചെയ്യുന്നത് നമ്മളിപ്പോൾ നിൽക്കുന്നത്. തീർച്ചയായിട്ടും. പിന്നെ നഴ്സിംഗും ഫിസിയോതെറാപ്പി, BA SLP പോലുള്ള വെറൈറ്റി പ്രോഗ്രാമുകൾ പ്രൊവൈഡ് ചെയ്യുന്നത് നമ്മുടെ അഗ്രഹാരയാണ് ഇവരുടെ മെയിൻ ഹോസ്പിറ്റലും വരുന്നത്. NABHയുടെ അക്രഡിറ്റേഷൻ കിട്ടിയിട്ടുള്ള ഹോസ്പിറ്റലാണ് നമ്മുടെ JSS ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. 1800ഓളം ബെഡഡ് ഉണ്ട്. അത് നമുക്ക് ആദ്യം റെഫർ ചെയ്യാൻ പറ്റുന്ന കോളേജ് JSS ആണ്. പക്ഷെ 2 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. JSSലെ എല്ലാ കോഴ്സുകളും JSS യൂണിവേഴ്സിറ്റി കണ്ടക്ട് ചെയ്യുന്നതല്ല. അതെ, അതൊരു പോയിന്റ് ആണ്. എല്ലാവർക്കും അതിനെ പറ്റി ഒരു ശരിയായ ധാരണയില്ല. BSc നഴ്സിംഗ്, ഫിസിയോതെറാപ്പി ഈ 2 പ്രോഗ്രാമുകളും പ്രൊവൈഡ് ചെയ്യുന്നത് രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റിയാണ്. BA SLP, ബാച്ചുലർ ഓഫ് ഓഡിയോളജി ആൻഡ് സ്പീച്ച് ലാംഗ്വേജ് പാത്തോളജി എന്ന് പറയുന്ന പ്രോഗ്രാം പ്രൊവൈഡ് ചെയ്യുന്നത് മൈസൂർ യൂണിവേഴ്സിറ്റിയുടെ അണ്ടറിലാണ്. ഇനിയിപ്പോൾ അലൈഡ് ഹെൽത്ത് സയൻസിൽ വരുന്ന ഇപ്പോൾ റേഡിയോളജി, അല്ലെന്നുണ്ടെങ്കിൽ മെഡിക്കൽ ലാബ് ടെക്നോളജി, ഒപ്റ്റോമെട്രി, റെസ്പിറേറ്ററി, കാർഡിയക് കെയർ ടെക്നോളജി പോലുള്ള വിവിധ പ്രോഗ്രാമുകൾ പ്രൊവൈഡ് ചെയ്യുന്നത് JSS യൂണിവേഴ്സിറ്റി തന്നെയാണ്. അപ്പോൾ ഇത്രയും കാര്യം ഫസ്റ്റ് നമുക്ക് പറയാൻ പറ്റുന്നത് JSS യൂണിവേഴ്സിറ്റിയാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇപ്പം വിദ്യാർത്ഥികൾക്ക് നമുക്ക് ഇനിയിപ്പോൾ ഒരു സെക്കൻഡ് ഓപ്ഷൻ അല്ലാന്നുണ്ടെങ്കിൽ നമുക്കൊരു രണ്ടാമത് പറയാൻ പറ്റുന്ന മൈസൂർ അടിപൊളി കോളേജായിട്ട് ഏത് പറയാൻ കഴിയും? ഇപ്പോൾ മൈസൂർ JSS കഴിഞ്ഞാൽ പിന്നെ നമുക്ക് രണ്ടാമതായിട്ട് റെഫർ ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാമ്പസ് എന്ന് പറയുന്നത് കാവേരി ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്. കാവേരി JSS ആയിട്ട് നമുക്ക് അങ്ങനെ കമ്പയർ ചെയ്യാൻ പറ്റൂലെങ്കിലും JSS ഒരു ടയർ 1 കാറ്റഗറിയിൽ വരുന്ന ഇപ്പോൾ ഓൾ ഇന്ത്യ ലെവലിൽ ഏറ്റവും ടോപ്പ് ഇൻസ്റ്റിറ്റ്യൂട്ടാണ് JSS. അപ്പോൾ കാവേരി എന്ന് പറയുന്നത് നമുക്ക് ടയർ 2 കാറ്റഗറിയിൽ മൈസൂർ ഇനിയിപ്പോൾ നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാമ്പസ് ആണ് ഏത് കാവേരി ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ. കാവേരിയിലും ഒരുപാട് വെറൈറ്റി അലൈഡ് ഹെൽത്ത് സയൻസും നഴ്സിംഗ്, ഫിസിയോതെറാപ്പി, ഫാർമസി പോലുള്ള വിവിധ പ്രോഗ്രാമുകൾ കാവേരിയിൽ അവൈലബിൾ ആണ്. കാവേരി കോളേജ് വരുന്ന ടൗണിന്റെ ഉള്ളിലല്ല, ടൗണിൽ തന്നെയാണ്, ബേസിക്കലി റിംഗിന്റെ അടുത്താണ്. ഏരിയയിലാണ് കാവേരി വരുന്നത്. അവിടെ പഠിക്കാൻ പറ്റിയ ബെസ്റ്റ് കോഴ്സുകൾ ഏതൊക്കെയായിരിക്കും? എല്ലാ പ്രോഗ്രാമുകളും അടിപൊളിയാണ്. മെഡിക്കൽ രംഗത്ത് വരുന്ന ഇപ്പോൾ BSc നഴ്സിംഗ് ആണെങ്കിലും, ഇനിയിപ്പോൾ അലൈഡ് ഹെൽത്ത് സയൻസിലെ പ്രോഗ്രാമുകളാണെന്നുണ്ടെങ്കിലും, ഇനിയിപ്പോൾ മറ്റുള്ള കോഴ്സസ് ഉണ്ടല്ലോ, ഇപ്പോൾ പാരാമെഡിക്കലിൽ കുറച്ച് കോഴ്സസ് അവിടെ വരുന്നുണ്ട്. ഇപ്പോൾ ഈ വർഷം BOT സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കാവേരിയിൽ. അപ്പോൾ സ്റ്റാർട്ട് ചെയ്തതുകൊണ്ട് തന്നെ നമുക്ക് മറ്റുള്ള കോളേജുകളായിട്ട് ഒക്യുപേഷണൽ തെറാപ്പി കമ്പയർ ചെയ്യുമ്പോൾ വളരെ കുറഞ്ഞ ഫീസിൽ കാവേരിയിൽ പഠിച്ചിറങ്ങാൻ പറ്റും. അത് അങ്ങനെ ഒരു കാര്യം കൂടെ ഉണ്ട്. നമുക്കിവിടെ മൈസൂർ പഠിക്കുകയാണെങ്കിലും ചെലവ് കുറഞ്ഞ് അത്യാവശ്യം ഒരു മീഡിയം ബഡ്ജറ്റിൽ നമുക്ക് പഠിച്ചിറങ്ങാൻ വേണ്ടി കഴിയും അല്ലേ? അതുപോലെ തന്നെ കാവേരിയുടെ ഹോസ്പിറ്റല് ഹാർട്ട് സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഹോസ്പിറ്റലാണ്. ഏകദേശം 250-300ഓളം ബെഡഡ് ഹോസ്പിറ്റലുണ്ട്. അതെ, പിന്നെ അവിടെ കാർഡിയക് കെയർ ടെക്നോളജി എന്ന് പറയുന്ന പ്രോഗ്രാം കാവേരിയിൽ പക്കയായിട്ട് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. മറ്റുള്ളത് ഇല്ല എന്നല്ല പറയുന്നത്, പക്ഷെ മറ്റുള്ള കോഴ്സുകളായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കാവേരി കുറച്ചും കൂടി സ്പെഷ്യലായിട്ട് കാണുന്നത് കാർഡിയക് കെയർ ടെക്നോളജിയാണ്.
പിന്നെ കാവേരി ആണ് നമുക്ക് രണ്ടാമത് കുട്ടികൾക്ക് വേണ്ടിയിട്ട് പറയാൻ പറ്റുന്ന. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇപ്പം നമുക്ക് മൂന്നാമതൊരു ഓപ്ഷൻ കൊടുക്കാൻ പറ്റുന്ന കോളേജുകൾ ഇപ്പോൾ വിദ്യാർത്ഥികൾക്ക് നമുക്ക് ഇങ്ങനെ ഓപ്ഷൻസ് കൊടുക്കാമല്ലോ പല കുട്ടികൾക്കും. ഇത് നിങ്ങൾ ഒരിക്കലും ഇതെന്ത് ചെയ്ത് ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ആ ലെവലിൽ കമ്പയർ ചെയ്ത് എടുക്കരുത്. നമ്മൾ ഓപ്ഷൻസ് നമ്മുടെ മൈൻഡിൽ വരുന്നത് പറയുന്നു. മൂന്നാമത് നമുക്ക് പറയാൻ പറ്റുന്നത് നമ്മുടെ നസർബാദ് ഉള്ള നമ്മുടെ ഗോപാൽ ഗൗഡ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ അത്യാവശ്യം അടിപൊളിയാണ്. നഴ്സിംഗ് ആണെന്നുണ്ടെങ്കിലും പണ്ട് മുതലേ ഉള്ള കോളേജാണ് നഴ്സിംഗ് കോളേജ്. അവരുടെ പണ്ട് മുതലുള്ള കോളേജാണ് നഴ്സിംഗ് കോളേജ്. അവിടെ വെറൈറ്റി ഓഫ് അലൈഡ് ഹെൽത്ത് സയൻസ് കോഴ്സസും ഉണ്ട്. ഇപ്പൊ BSc OT AT MLT MIT പോലുള്ള പ്രോഗ്രാമുകൾ അവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ രണ്ടാമത് നമുക്ക് ഗോപാൽ ഗൗഡ അവർക്ക് ഓൺ ഹോസ്പിറ്റൽ ഉണ്ട്. ഗോപാൽ ഗൗഡ ശാന്തി മെമ്മോറിയൽ ഹോസ്പിറ്റൽ ഉണ്ട്. അപ്പൊ അതും അത്യാവശ്യം മലയാളി കുട്ടികൾ നമ്മുടെ നാട്ടിൽ നിന്ന് പഠിക്കാൻ ആഗ്രഹിച്ചു വരുന്ന ഒരു ക്യാമ്പസാണ് ഗോപാൽ ഗൗഡ. ഒരുപാട് വിദ്യാർത്ഥികൾ ഓൾറെഡി നമ്മുടെ മൈസൂർ മലയാളി സ്റ്റുഡൻസ് തന്നെ ഒരുപാട് പേര് പഠിക്കുന്ന കോളേജുകളാണ് കേട്ടോ ഞാൻ നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്തു. കാരണം ഈ കോളേജുകളിലൊക്കെ മലയാളീസ് തന്നെ കൂടുതലുള്ളൂ. കാരണം മെഡിക്കൽ രംഗത്ത് വരുന്ന കോഴ്സസ് ഇവിടുത്തെ ലോക്കൽസ് ഞാൻ പേഴ്സണലി കണ്ടിട്ടുള്ളതാണ്. അവർക്ക് അത്ര വലിയ താല്പര്യം തോന്നിയിട്ടില്ല. ഉള്ളതിൽ 90% ഓഫ് സ്റ്റുഡൻസും പക്ക മലയാളി സ്റ്റുഡൻസ് തന്നെയാണ്. ഇപ്പോൾ ഒരുപാട് വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ മൈസൂരൊക്കെ വന്ന് പഠിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ കേരളം വിട്ട് പഠിക്കുന്ന സമയത്ത് ചെറിയ ചെറിയ കാര്യങ്ങളെ പറ്റി സംശയം ഉണ്ടാവും. അത് എങ്ങനെയാണ് നമുക്ക് അവരുടെ മുമ്പിലേക്ക് അത് പറയാൻ കഴിയുക? ഇപ്പം പൊതുവെ വിദ്യാർത്ഥികൾക്കുള്ള സംശയം എന്ന് പറയുന്നത് മൈസൂർ ഏരിയയിലോട്ട് വരുമ്പോൾ എത്രത്തോളം സേഫ് ആണ്, സെക്യൂർ ആണ് എന്നുള്ളതാണ്. മൈസൂർ എന്ന് പറയുന്നത് പണ്ട് മുതലേ മൈസൂരിന്റെ ഒരു ജിയോഗ്രഫി നോക്കുന്ന സമയത്ത് അത്ര വലിയ ഒരു കൾച്ചറൽ സിറ്റിയാണ്. കർണാടകത്തിൽ ഒരു കൾച്ചറൽ സിറ്റി എന്നറിയപ്പെടുന്ന മൈസൂരാണ്. ഇപ്പൊ ബാംഗ്ലൂരായിട്ടും മംഗലാപുരം, ഇപ്പൊ മെയിൻലി ഇപ്പൊ കർണാടകത്തിൽ വരുന്ന 2 സിറ്റീസ് എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന 2 സിറ്റീസ് ആണ് ബാംഗ്ലൂരും കർണാടക. നമുക്ക് അങ്ങനെ കമ്പയർ ചെയ്യാൻ പറ്റൂല. മൈസൂർ കുറച്ച് കാമാണ്. നമ്മളിപ്പോ ബാംഗ്ലൂർ ആണെന്നുണ്ടെങ്കിലും മറ്റുള്ള മംഗലാപുരം ആണെന്നുണ്ടെങ്കിലും നോക്കുമ്പോൾ മൈസൂർ കുറച്ചും കൂടി കാമാണ്. അതുപോലെ തന്നെ സെക്യൂർ ആണ്. പിന്നെ ഡ്രഗ്സിനെ കുറിച്ചിട്ട് ഒരുപാട് പേര് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നതാണ്. കാര്യം നമ്മുടെ നാട്ടിലൊക്കെ പല കാര്യങ്ങളും ഇപ്പൊ നമ്മൾ ഒരുപാട് ന്യൂസിൽ തന്നെ കേട്ടിട്ടുണ്ട്. ഡ്രഗ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള പല കാര്യങ്ങളും അവരിപ്പോ പുറത്ത് വിട്ട് പഠിപ്പിക്കുക, എങ്ങനെ പഠിപ്പിക്കുക, ഇങ്ങനെയൊക്കെ ആയി പോകും എന്നുള്ള പല ഭയം അവർക്കുണ്ട്. അപ്പോൾ അതിനെ പറ്റിയിട്ട് എന്തായിരിക്കും? ഡ്രഗ്സ് എന്ന് പറയുന്നത് ഇപ്പോൾ ബേസിക്കലി ഇപ്പോൾ ഇവിടെ ഉള്ളതിലേറെ നമ്മൾ ന്യൂസുകളിൽ ഇതൊക്കെ നോക്കുന്ന സമയത്ത് കേരളത്തിൽ തന്നെയാണ് ഇത് കൂടുതൽ കണ്ടുവരുന്നത്. പിന്നെ എവിടെ പോയാലും പഠിക്കുന്ന കുട്ടി ശ്രദ്ധിക്കുക എന്നല്ലാതെ ഒരു ലിമിറ്റ് വരെ നമുക്കാണെന്നുണ്ടെങ്കിലും എല്ലാവർക്കും ഗൈഡ് ചെയ്യാൻ പറ്റുള്ളൂ. കുട്ടി പഠിക്കാൻ വരുന്ന സമയത്ത് പഠിക്കുക എന്നുള്ളതന്നെ. വേറെ കളികളോ വേറെ എന്തൊക്കെ തിരിയാണ്ട് പഠനത്തിൽ ഫോക്കസ് ചെയ്യാം. അതായത് നമുക്ക് ബാംഗ്ലൂരൊക്കെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇവിടുത്തെ കേസസ് കുറവാണ്. മൈസൂർ അത്ര അധികം കേസസ് ഇല്ലാന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ കഴിയും. തീർച്ചയായിട്ടും. ഓക്കെ, ഇനിയിപ്പോൾ ഞാൻ ഒരു കാര്യം കൂടെ ചോദിച്ചോട്ടെ. നമുക്ക് ഇനി എന്താ പറയുക, നമ്മൾ 2-3 കോളേജസ് അവർക്ക് ഓപ്ഷൻസ് ആയിട്ട് കൊടുത്തല്ലോ. അപ്പം ഇനി ഒരു കോളേജ് കൂടെ കൊടുക്കുമായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഞാൻ ഓപ്ഷൻസ് പറഞ്ഞത് കാറ്റഗറൈസ് ഒരു കോളേജ് കൂടെ നമുക്ക് അവർക്ക് പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ ഏത് പറഞ്ഞു കൊടുക്കാൻ കഴിയും? ഇനി നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന അത്യാവശ്യം അടിപൊളി ക്യാമ്പസ് ആണ് ഞാൻ ഈ പറയുന്ന കോളേജ്. അത് ഭാരതി എഡ്യൂക്കേഷൻ ട്രസ്റ്റ് എന്ന് പറയും. ഭാരതി എന്ന് പറയുന്നത് പ്രീമിയം കോളേജാണ്. കാരണം നാക്കി എ ഗ്രേഡും അതുപോലെ തന്നെ വെറൈറ്റി ഓഫ് പ്രോഗ്രാംസ് അവിടെ ഉണ്ട്. അതായത് BSc നഴ്സിംഗ് ഉണ്ട്, MSc നഴ്സിംഗ് ഉണ്ട്, പിന്നെ അലൈഡ് ഹെൽത്ത് സയൻസിൽ BSc മെഡിക്കൽ ലാബ് ടെക്നോളജി, BSc മെഡിക്കൽ ഇമേജിംഗ് ടെക്നോളജി, BSc കാർഡിയാക് കെയർ ടെക്നോളജി, പെർഫ്യൂഷൻ ടെക്നോളജി, അതുപോലെ തന്നെ BSc ഓപ്പറേഷൻ തിയേറ്റർ ടെക്നോളജി ആൻഡ് അനസ്തീഷ്യ ടെക്നോളജി, റീനൽ ഡയാലിസിസ് ടെക്നോളജി പോലുള്ള പ്രോഗ്രാമുകളും ഉണ്ട്. അതിൻ്റെ അപ്പുറത്തോട്ട് ഇതിൻ്റെ MSc പ്രോഗ്രാമുകളും ഉണ്ട്. പിന്നെ ഇതൊരു അത്യാവശ്യം വലിയ ക്യാമ്പസ് ആണ്. നമ്മൾ കാവേരിയും ഗോപാലഗൗഡയൊക്കെ ആയിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇത് കുറച്ചും കൂടി വലിയ ക്യാമ്പസ് ആണ്. കാരണം അവിടെ KG മുതലാണ് സ്റ്റാർട്ടിങ് ചെയ്യുന്നത്. അതായത് LKG മുതൽ അവിടെ ഹയർ സെക്കൻഡറി, ഡിഗ്രി കോളേജ്, ലോ കോളേജ്, ഫാർമസി കോളേജ് വൺ ഓഫ് ദ ബെസ്റ്റ് ആണ് അവിടെ. കാരണം ഫാർമസി അവിടെ വൺ ഓഫ് ദ ബെസ്റ്റ് ആണ്. ഫാം D, B ഫാം, M പോലുള്ള ഡിപ്ലോമ ഇൻ ഫാർമസി പോലുള്ള വിവിധ പ്രോഗ്രാമുകളുണ്ട്. എഞ്ചിനീയറിംഗും പോളിടെക്നിക്കും ആയിട്ടുള്ള ഒരു ഓൾ ഇൻ ഓൾ ആയിട്ട് നമുക്ക് കമ്പയർ ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ഒരു കോളേജാണ് ഭാരതി എന്ന് പറയുന്നത്. പക്ഷേ ഇതിൻ്റെ ഒരു വേറൊരു പോയിന്റ് എന്താണെന്ന് വെച്ചാൽ, ഇതിൻ്റെ വേറൊരു വശം എന്താണെന്ന് വെച്ചാൽ മൈസൂർ ടൗണിലല്ല ഈ ക്യാമ്പസ് വരുന്നത്. ഇത്രയും വലിയ ക്യാമ്പസ് ആയതുകൊണ്ട് തന്നെ മൈസൂരിൽ നിന്ന് ഏകദേശം 1 മണിക്കൂറോളം യാത്ര ചെയ്താലാണ് നമുക്ക് ഈ ഭാരതിയിലോട്ട് എത്താൻ പറ്റുക. മൈസൂർ ബാംഗ്ലൂർ ഹൈവേയുടെ ഒരു ഏകദേശം മൈസൂരിൻ്റെ അടുത്തായിട്ട് 1 മണിക്കൂർ എന്ന് പറയുമ്പോൾ അധികം ദൂരമല്ല. ബേസിക്കലി 1 മണിക്കൂർ കൊണ്ട് നമുക്ക് കോളേജിലോട്ട് റീച്ച് ചെയ്യാൻ പറ്റും. കോളേജിൻ്റെ ഇൻസൈഡ് തന്നെയാണ് ബോയ്സിൻ്റെയും ഗേൾസിൻ്റെയും ഒക്കെ ഹോസ്റ്റലും കാര്യങ്ങളൊക്കെ വരുന്നത്. ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത ഇവരുടെ ഹോസ്പിറ്റലാണ്. ഹോസ്പിറ്റലിൽ വരുന്നത് ആസ്റ്റർ ആയിട്ടാണ്. ആസ്റ്റർ G. മടയോട്
അവിടെ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ എന്ന് പറയും ഇവരുടെ ഹോസ്പിറ്റൽ. ഓക്കെ. അതും അത്യാവശ്യം അടിപൊളി. അതെ, വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ പഠിക്കാൻ വരുമ്പോൾ ഒരു ബെസ്റ്റ് എക്സ്പീരിയൻസ്, അപ്പം പ്രാക്ടിക്കലി നോളജ് ആവുന്നതാണ്. അപ്പോൾ പ്രത്യേകിച്ചും മെഡിക്കൽ ഫീൽഡിൽ എപ്പോഴും എന്താ പറയുക, പ്രാക്ടിക്കലി അവർ നോളജ് അവർക്ക് അധികമായിട്ട് വേണം. ഏറ്റവും കൂടുതൽ ഇവിടെ മലയാളി കുട്ടികൾ പഠിക്കുന്നത് ഫാർമസിക്കും അതുപോലെ തന്നെ നഴ്സിംഗ്, അലൈഡ് ഹെൽത്ത് സയൻസ്, പിന്നെ ഫിസിയോതെറാപ്പി ഞാൻ പറയാൻ മറന്നു. ഫിസിയോതെറാപ്പിയുടെ പ്രിൻസിപ്പൾ ആയിട്ട് വർക്ക് ചെയ്യുന്നത് മലയാളിയാണ്. ഓക്കെ ഓക്കെ. അതെ, നമുക്കിപ്പോൾ ഒരു മലയാളിയോട് ഡയറക്റ്റ് ചെന്ന് കാര്യങ്ങൾ സംസാരിക്കാൻ, ടീച്ചർ അല്ലെങ്കിൽ ഒരു അധ്യാപിക അല്ല, പ്രിൻസിപ്പൾ ആണ് ഒരു ഡിപ്പാർട്ട്മെന്റിലെ, ഒരു ഹെഡാണ്, ഹെഡ് ഓഫ് ഡിപ്പാർട്ട്മെന്റ് വർക്ക് ചെയ്യുന്നത് മലയാളി ടീച്ചേഴ്സ് ആണെന്നുണ്ടെങ്കിലും മലയാളീസ്. അപ്പൊ നമുക്ക് നാലാമതെന്നല്ല, ഭാരതീയം കുറച്ചും കൂടി ഇപ്പൊ ഈ കോളേജസ് ഒക്കെ ആയിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഭാരതിയിൽ കുറച്ച് ഫീസ് നമുക്ക് കുറവായിരിക്കും നമ്മൾ കമ്പയർ ചെയ്ത് നോക്കുന്ന സമയത്ത്. പിന്നെ ഈ പ്രോഗ്രാമുകൾക്കൊക്കെ വളരെയധികം ലിമിറ്റഡ് ആയിട്ടുള്ള സീറ്റുകൾ മാത്രമേ. അത് വേറൊരു കാര്യം കൂടിയാണ്.